യോഹന്നാൻ സുവിശേഷം 17-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഭൂമിയിൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജീവിതം. സ്തോത്രം. നമ്മൾ നിത്യമാനായ ദൈവം നമുക്ക് നൽകുന്ന ഈ ആയുസ്സിൽ ദൈവപ്രസാദകരമായൊരു ജീവിതം, ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ, ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം മനുഷ്യനെ നിർമ്മിച്ചത്. അപ്പോൾ തന്നെ മനുഷ്യൻ കൊടാനുകൂടി സറാഫുകൾ, ദൂതന്മാർ, കുരുബുകളെ സാക്ഷി നിർത്തി ആ ദൈവത്തെ ആരാധിക്കണം, മഹത്വപ്പെടുത്തണം എന്നുള്ളതാണ്. ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുക, അത് കർത്താവ് നമുക്ക് ചെയ്യുവാൻ നൽകിയ പ്രവൃത്തി തികയ്ക്കുന്ന വഴി യാത്ര. ഓരോ ദിവസവും കർത്താവ് നമ്മളിൽ തികപ്പാനായിട്ട് ഏൽപ്പിച്ച് നൽകിയ പ്രവൃത്തികളെ പൂർത്തീകരിച്ചു എന്ന പ്രാഗൽഭ്യം ഓരോ രാത്രിയിലും ദൈവസ്ഥാനിൽ പ്രാർത്ഥിപ്പാഞ്ഞിരിക്കുമ്പോൾ, കർത്താവ് ഇന്ന് പകലിൽ ഞാൻ ചെയ്യുവാൻ തക്കവണ്ണം നീ എന്നെ ഏൽപ്പിച്ച പ്രവൃത്തി ഞാൻ പൂർത്തീകരിച്ചു എന്ന് വിശ്വസിക്കുന്നു എന്ന നിലയിൽ തികവാർന്ന ഒരു പ്രാഗൽഭ്യം ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാകേണ്ടതിന് കർത്താവിൻ്റെ പാദാന്തിക വിഷയം സംബന്ധിച്ച് നാം ജാഗ്രത ഉള്ളവർ ആയിരിക്കേണ്ടതാണ്. കർത്താവ് നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം തന്ന പ്രവൃത്തി എന്താണ്? ഓരോ ദിവസവും പ്രാർത്ഥനയിലും വചനധ്യാനത്തിലുമാണ് കർത്താവ് നമുക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആ പ്രവൃത്തിയെക്കുറിച്ച് വളരെയധികം നാം ശുഷ്കാന്തി ഉള്ളവർ ആയിരിക്കണം. കർത്താവ് ചെയ്യാൻ നൽകിയ പ്രവൃത്തി ദൃശ്യമായതല്ല, അത് അദൃശ്യമായി കിടക്കുകയാണ്. കാരണം അത് ആത്മീകമാണ്. കർത്താവ് നമുക്ക് ഈ ഭൂമിയിൽ അവിടുത്തെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം നൽകിയിരിക്കുന്ന പ്രവൃത്തി ആത്മീകമായതുകൊണ്ട് അത് അദൃശ്യമാണ്. ഒരു സ്വർഗീയമായ വ്യവസ്ഥയാലാണ് ആ പ്രവൃത്തി ദൈവം നമുക്ക് വേണ്ടി സ്വരുക്കൂട്ടി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ദൃശ്യമായ നമ്മുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവൃത്തിയെക്കുറിച്ച് നമുക്ക് ബോധവാന്മാരാകാൻ കഴിയുകയില്ല. അതിന് ആത്മമണ്ഡലത്തിൽ നിരന്തരമായ പ്രാർത്ഥനയിലൂടെയും ധ്യാനത്തിലൂടെയും നമുക്ക് തികപ്പാൻ തക്കവണ്ണം ദൈവം നൽകിയിരിക്കുന്ന പ്രവൃത്തി എന്തെന്ന് ഓരോ നിമിഷവും നമ്മൾ ആരാഞ്ഞറിയണം. സ്തോത്രം. നമുക്ക് തികപ്പാൻ തക്കവണ്ണം ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന പ്രവൃത്തി എന്തെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയാകും. ഭൂമിയിൽ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തി. നാം ദൈവത്തിന് മഹത്വം കൊടുക്കുന്നത് എന്ത് കാരണത്താലാണ്? ഭൂമിയിൽ തികപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രവൃത്തിയെ തികയ്ക്കുന്ന കാരണത്താൽ നാം ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. ദൈവം നമുക്ക് തികപ്പാൻ നൽകിയിരിക്കുന്ന പ്രവൃത്തിയെ ചെയ്യാതെ നമ്മൾ മഹത്വപ്പെടുത്തിയാൽ ദൈവത്തിന് അത് പ്രസാദകരമാകുകയില്ല. നമ്മുടെ സ്തുതിസ്തോത്രങ്ങൾ ദൈവത്തിന് പ്രസാദകരമാകുന്നത് നമ്മെക്കുറിച്ചുള്ള ദൈവിക നിർണയങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ഗ്രഹിച്ച് മനസ്സിലാക്കി ആ പ്രവൃത്തികളെ ഘട്ടം ഘട്ടമായി നാം തികയ്ക്കുമ്പോഴാണ് നമ്മുടെ സ്തോത്രങ്ങളും സ്തുതികളും സുഗ്രാഹ്യ വാസനയുള്ള ആരാധനയായി ദൈവസന്നിധിയിൽ കാണപ്പെടുവാനായിട്ട് ഇടയാകുന്നത്. കൊരിന്ത്യർ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ, 2-ാമത്തെ ലേഖനം 4-ാം അധ്യായം 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുവാൻ കഴിയും, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണാത്തതിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിത്യമായതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നിത്യമായത്, നിലനിൽക്കുന്നതിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രമാണമാണിത്. അദൃശ്യമായതും സ്വർഗീയമായതും നിത്യതുമായതിനു വേണ്ടി നാം നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിത യാത്ര. കാണുന്നത് ധാരാളമുണ്ട്, കാണാത്തതിനേക്കാൾ കൂടുതൽ കാണുന്നതാണുള്ളത്. സ്തോത്രം. ഹല്ലേലൂയ. കാണാത്തതിനേക്കാൾ കൂടുതൽ കാണുന്നതാണ് ജഡമനുഷ്യന് ഇഷ്ടം പോലെ ഉള്ളത്. നമുക്ക് നിരന്തരം കാണുവാൻ ഇഷ്ടം പോലെയുണ്ട്. പക്ഷേ ആ കാണുന്ന വിഷയങ്ങളിൽ നാം ചെയ്യേണ്ട പ്രവൃത്തികളെ കുരുക്കിയിടാതെ അദൃശ്യമായതും കണ്ടുകൊണ്ട് കാണാൻ കഴിയാത്തതുമായ സ്വർഗീയമായ മേഖലകളിൽ ദൈവം നിയോഗിച്ച് വച്ചിരിക്കുന്ന പ്രവൃത്തികളെ തികപ്പാനുള്ള വാഞ്ച ദൈവസന്നിധിയിൽ നമ്മൾ ഒരുക്കിയെടുക്കട്ടെ. നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ഓരോ ദിവസവും നാം ദൈവത്തിന് മുമ്പാകെ ചെലവഴിക്കുന്ന ഓരോ ദിവസവും കഴിയും തോറും ഒരു പ്രാഗൽഭ്യം ദൈവം മുൻപാകെ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഇന്ന് ഞാൻ തികച്ചിരിക്കുന്നു, അതുകൊണ്ട് ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. പ്രാഗൽഭ്യത്തോടെ ഓരോ ദിവസവും ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുന്ന അളവിൽ നമ്മുടെ ആത്മമനുഷ്യനെ നാം ഒരുക്കിയെടുക്കുക. പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഒരുക്കിയെടുക്കുക. പലവിധമായ തന്ത്രങ്ങളും ബലഹീനതകളും ഞെരുക്കങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതിന് നടുവിലും നമ്മുടെ ടാർഗറ്റ്, നമ്മുടെ ലക്ഷ്യം
ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ദൈവഹിതം മനസ്സിലാക്കി ധൈര്യത്തോടെ മുൻപോട്ട് പോകുവാനായിട്ട് ആത്മാവ് ആലോചന പറയുകയാണ്. 2 Corinthians 5-ാം അധ്യായം 7-ാമത്തെ വാക്യം. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നതു. ഇതൊരു ആത്മീക യാത്രയാണ്. ഇത് ആത്മീകമായതുകൊണ്ട് ഈ യാത്ര അദൃശ്യമായ മേഖലയിലുള്ള യാത്രയാണ്. ഇത് നമ്മളെ പൂർണ്ണതയുള്ള ദൈവഹിതത്തിലേക്ക് നയിക്കുന്ന യാത്രയാണ്. ദൈവത്തിൻ്റെ മഹത്വം. നമ്മൾ ഓരോ ദിവസവും നമുക്ക് ജോലിയുണ്ടെങ്കിൽ നമ്മൾ ജോലി ചെയ്യും, ജോലിയില്ലെങ്കിൽ വീട്ടിലിരിക്കും. സ്തോത്രം. നന്മയുണ്ടെങ്കിൽ നമ്മൾ വല്ലതും കഴിക്കും, പൈസയില്ലെങ്കിൽ നമ്മൾ ഉപവാസം എടുക്കും. നമുക്കെല്ലാത്തിനും വഴികളുള്ളൂ. ദൈവത്തിൻ്റെ മഹത്വം. നമുക്ക് മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ദിവസം ഇന്നാണെങ്കിൽ നാളെ ചിലപ്പോൾ ദുഃഖം ഉണ്ടാക്കുന്ന ദിവസമായിരിക്കും. ഇന്ന് ശരീരത്തിന് ബലമുള്ള ദിവസമാണെങ്കിൽ നാളെ ചിലപ്പോൾ രോഗമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷമുള്ള ദിവസം ഇന്നാണെങ്കിൽ നാളെ ദുഃഖമുള്ള ദിവസമായിരിക്കും. ജീവിതത്തിൻ്റെ ഓരോ വികാരങ്ങളിലൂടെ വേരിയേഷൻ, ഏറ്റക്കുറച്ചുകൾ ലഭ്യമാക്കി ഇങ്ങനെ ജീവിതത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് നമ്മളെ പഠിപ്പിച്ച് നാം മുമ്പോട്ട് പോകുന്ന ഒരു യാത്രയാണ് ഈ ജീവിത യാത്ര. ദൈവത്തിൻ്റെ മഹത്വം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം, ഇങ്ങനെ ഒരു ജീവിതം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അദൃശ്യമായ മേഖലയിൽ മറഞ്ഞു കിടക്കുന്ന ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരേണ്ടതിനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാകുന്നത്. നമ്മൾ മാന്യമായിട്ട് ജോലി ചെയ്തിട്ട് നമുക്ക് ശമ്പളം കിട്ടേണ്ട സമയമാകുമ്പോൾ ശമ്പളം വേണ്ടതുപോലെ തരത്തില്ല. 10 തരിക, 2 തരിക, അല്ലെങ്കിൽ 3 മാസത്തേക്ക് ശമ്പളം ഞെരുക്കി വയ്ക്കുക, അട്ടിച്ചെലവിന് മാത്രം തരിക. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എന്തിനായിട്ടാണ്? നമ്മുടെ ഈ ജീവിതയാത്രയിൽ മറഞ്ഞിരിക്കുന്ന ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. ആ യാഥാർത്ഥ്യങ്ങളുടെ മുമ്പിൽ നമ്മെക്കൊണ്ട് എത്തിക്കുവാനായിട്ടാണ് നമ്മുടെ വഴികളെ ദുഷ്കരമാക്കി തീർക്കരുത്. നമ്മുടെ മനോവിചാരങ്ങൾക്കൊത്തവണ്ണം നമ്മുടെ ജോലിയിൽ നമുക്ക് സന്തോഷമാണെങ്കിൽ, നമ്മുടെ നന്മയിൽ നമുക്ക് തൃപ്തിപ്പെടുവാൻ കഴിയുമെങ്കിൽ, നമുക്ക് ഈ മറഞ്ഞു കിടക്കുന്ന മർമ്മത്തിലേക്ക്, ദൈവത്തിൻ്റെ ഹിതത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുകയില്ല. നമുക്കതിന് സമയം കിട്ടത്തില്ല, നമ്മളതിന് പോവുകയുമില്ല. എന്നാൽ ദുഷ്കരമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്, അത് മറഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തി തരാനായിട്ടാണെന്ന് നമ്മൾ ഹൃദയപൂർവ്വം വിശ്വസിക്കുവാനായിട്ട് തയ്യാറാകണം. കാഴ്ചയാലല്ല, വിശ്വാസത്താൽ അത്രേ. സ്തോത്രം. ഹല്ലേലൂയ. കണ്ണുകൊണ്ട് കാണുന്ന ദൃശ്യമായ ഒരു ജീവിത വ്യവസ്ഥയാണ് നമുക്കുള്ളത്. എന്നാൽ ഒരു ആത്മീയനെ സംബന്ധിച്ചിടത്തോളം, കർത്താവിൻ്റെ ആത്മാവിനെ പ്രാപിച്ച ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം, കണ്ണുകൊണ്ട് കാണുന്ന ദൃശ്യമായ മേഖലകൾക്കപ്പുറം അദൃശ്യമായി മറഞ്ഞു കിടക്കുന്ന വിശ്വാസത്താൽ അദൃശ്യമായതിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള യാത്ര, അദൃശ്യമായതിനെ ദൈവഹിതമാക്കിക്കൊണ്ടുള്ള യാത്ര, അദൃശ്യമായതിനെ നമ്മിൽ തികപ്പാനുള്ള വാഞ്ചയോടുകൂടിയ യാത്ര, അത് വിശ്വാസത്താൽ അത്രേ ഞങ്ങൾ നടക്കുന്നത്. ലോകമനുഷ്യൻ കണ്ണുകൊണ്ട് കാണുന്ന ദൃശ്യമായ മേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ, ആത്മാവിൽ പ്രാപിച്ച വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവവൈദ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യമായതിനെ ദൃശ്യമാക്കി ദൈവിക നിയമത്തെ നാം പൂർത്തീകരിക്കുക എന്നുള്ള ഒരു ദൈവിക ദൗത്യമാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. അങ്ങനെ ഇത് അദൃശ്യ മേഖലയിലൂടെയുള്ള യാത്രയാകുന്നത് ഈ യാത്ര നമ്മെ ദൈവഹിതത്തിലേക്ക് നയിക്കും. നമ്മൾ തികപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രവൃത്തി എന്താണ് എന്നതിലേക്ക് ആത്മാവ് നമ്മളെ നയിക്കുവാനായിട്ട് ഇടയാകും. പുനഃനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. രക്തത്താൽ ചെയ്യും ദൈവത്തിൻ്റെ മഹത്വം. സ്തോത്രം. അപ്പോൾ ഈ യാത്രയിൽ നീതിമാനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദൈവിക അനുഭവങ്ങൾ, സ്തോത്രം, വിശ്വാസത്താൽ ഉള്ള ഒരു ജീവിത വ്യവസ്ഥ. റോമലേഖനം 1-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ കാണുവാൻ കഴിയും. 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം നമുക്ക് വീണ്ടും വായിക്കാം. അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നെഴുതിയിരിക്കുന്നുവല്ലോ. അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. കാരണം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അപ്പോൾ നമ്മുടെ ജീവിതം വിശ്വാസത്താൽ ആയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ കാരണത്താലാണ്. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. അത് ദൈവം ഇട്ടുവച്ചിരിക്കുന്ന പ്രമാണമാണ്. അപ്പോൾ നീതിമാൻ്റെ ജീവിതം വിശ്വാസമായി തീർന്നിരിക്കാൻ കാരണം എന്താണ്? വിശ്വാസത്താലുള്ള ജീവിതമാണ് ഒരു നീതിമാൻ്റെ ജീവിതം. അതിന് കാരണം എന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, ഒത്തിരി കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട്, എങ്കിലും പ്രാധാന്യമായിട്ട് ഒറ്റ വാക്കിൽ നമ്മളിപ്പോൾ ഇത്ര നേരം കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ഈ ജീവിതയാത്ര അദൃശ്യമായതുകൊണ്ടാണ്. ദൃശ്യമായ ഒരു മേഖലയല്ല, കാഴ്ചയാലല്ല, കണ്ണുകൊണ്ട് കാണുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് ലോകമനുഷ്യൻ ജീവിക്കുന്നത്.
അവർക്കുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് അവർ ജീവിക്കുന്നത്, അവരുടെ മക്കളെ വളർത്തുന്നത്. മനുഷ്യൻ ദൃശ്യമായി കണ്ണാലെ കാണുന്ന ജീവിത വ്യവസ്ഥകൾക്കനുസരിച്ചാണ് ഒരു കുടുംബത്തെ ഒരു പുരുഷൻ നയിക്കുന്നത്. നമുക്കതെല്ലാവർക്കും അറിയാം, കണ്ണാലെ കാണുന്ന വ്യവസ്ഥയ്ക്കനുസരിച്ചാണ്. പക്ഷേ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. നമ്മുടെ ജീവിതം അദൃശ്യമാണ്. അത് ലോകത്തിന് കാണുവാൻ കഴിയുന്ന ഒരു ക്രമമല്ല. ഇത് സ്വർഗീയമായ പ്രമാണമാകുന്നത് കൊണ്ട്, ലോകത്തിൻ്റെ പാപനിമിത്തം മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ കണ്ണടഞ്ഞിരിക്കുന്നത് കൊണ്ട് സ്വർഗീയമായ വ്യവസ്ഥയുടെ ജീവിതം അവർക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ജീവിതം വിശ്വാസത്താൽ ആണ്. അദൃശ്യമായ ജീവിതമായതുകൊണ്ടാണ് വിശ്വാസത്താൽ. നമ്മൾക്ക് ഈ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത ഒരു ജീവിതക്രമം, ഈ ചെവി കൊണ്ട് കേൾക്കാൻ കഴിയാത്തൊരു ജീവിത വ്യവസ്ഥ. നീതിമാനായ ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നാം കേൾക്കുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ്. ഈ ചെവി കൊണ്ട് കേൾക്കുന്ന നിലയിലാണ് ദൈവശബ്ദം കേൾക്കുന്നതെങ്കിൽ നമുക്ക് വിശ്വാസത്തിൻ്റെ ആവശ്യമില്ല. ദൈവം നമുക്ക് തികപ്പാൻ നൽകിയിരിക്കുന്ന പ്രവൃത്തി നമ്മുടെ കണ്ണാലെ കാണാൻ കഴിയുന്നതാണെങ്കിൽ നമുക്ക് വിശ്വാസം എന്തിനു പ്രിയമുള്ളവരെ? അതിനനുസരിച്ച് നമ്മുടെ പ്രവൃത്തിയെ തികച്ചാൽ പോരെ. വിശ്വാസം അപ്ലൈ ചെയ്യേണ്ട ആവശ്യകത എന്താണ്? ആ പ്രവൃത്തി അദൃശ്യമാണ്, ഈ യാത്ര അദൃശ്യമാണ്. അദൃശ്യമായ ജീവിത വ്യവസ്ഥയിലൂടെ ഈ ഭൂമിയിൽ നാം പൂർത്തീകരിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ ജീവിതത്തെ വിശ്വാസത്താൽ ആണ് നാം അപ്രോച്ച് ചെയ്യേണ്ടത്. വിശ്വാസത്താലാണ് നാം അതിനെ അഭിമുഖീകരിച്ച് കടന്ന് മുമ്പോട്ട് പോകേണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുൻകൂട്ടി സൂചനയില്ലാതെ പിടുന്നനവെ വന്ന് ഭവിക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ ജീവിതം വിശ്വാസത്താലുള്ള ജീവിതമാണ്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇത് അദൃശ്യമായ ഒരു വ്യവസ്ഥയാണ്. ഞാൻ തികപ്പാൻ തക്കവണ്ണം കർത്താവ് ചില പ്രവൃത്തികൾ എനിക്ക് ഏൽപ്പിച്ചിരിക്കുന്നു. ആ പ്രവൃത്തിയിലേക്ക് ഞാൻ അടുത്തു വരേണ്ടതിനാകുന്നു കർത്താവ് ഈ സാഹചര്യങ്ങളെ എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ പ്രവൃത്തികളെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധം എനിക്ക് ലഭ്യമാകേണ്ടതിനാകുന്നു കർത്താവ് ഈ സാഹചര്യത്തിൽ എന്നെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് ഹൃദയപൂർവ്വം വിശ്വസിച്ചുകൊണ്ട് ധൈര്യത്തോടെ മുൻപോട്ട് ചുവടുകളെ വയ്ക്കുവാനായിട്ട് ആത്മാവായവൻ നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അത് ഗലാത്യർ ലേഖനം 3-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. കാരണം മറ്റൊന്നുമല്ല, ന്യായപ്രമാണത്തിൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നീതീകരിക്കപ്പെടണമെങ്കിൽ ദൈവം നമുക്ക് തികപ്പാൻ നൽകിയിരിക്കുന്ന പ്രവൃത്തിയെക്കുറിച്ച് അവർക്ക് അറിയണം. അവർക്കതറിയാൻ കഴിയില്ല. കാരണം അവരുടെ യാത്ര വിശ്വാസത്താലുള്ള യാത്രയല്ല, കാണാത്ത അദൃശ്യമായ മേഖലയിലൂടെയുള്ള യാത്രയല്ല. അവരുടെ യാത്ര മുഴുവനും കണ്ണാലെ കാണുന്ന യാത്ര. അവരുടെ പ്രവൃത്തികൾ മൊത്തം കണ്ണാലെ കാണുന്ന പ്രവൃത്തി. അവർ ചെയ്യുന്ന സകല കാര്യങ്ങളും കണ്ണാലെ കാണുകയും ചെവിയാലെ കേൾക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് അവർ കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് ന്യായപ്രമാണത്താൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല, ദൃശ്യമായതല്ല. ഹല്ലേലൂയ. നമ്മളിപ്പോൾ വായിക്കുവാനിടയായി ദൈവസന്നിധിയിൽ ന്യായപ്രമാണത്താൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല എന്ന് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നല്ലോ. അപ്പം ന്യായപ്രമാണത്തിൻ്റെ പ്രവൃത്തികളാൽ ആരും നീതീകരിക്കപ്പെടുന്നില്ല. പിന്നെയോ അദൃശ്യമായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന തൻ്റെ ഹിതം വിശ്വാസത്താൽ ഗ്രഹിച്ച്, വെളിപ്പാടിനാൽ ഗ്രഹിച്ച് പ്രവൃത്തിയെ തികയ്ക്കുന്നതാണ് നീതീകരണത്തിലേക്ക് നമ്മളെ നയിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഈ നാളുകളിൽ നീതിമാനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിർമ്മലമായ തിരുവെഴുത്തുകളിലൂടെ പൈശാചിക തന്ത്രങ്ങളെ തറപറ്റിക്കുവാൻ കഴിയുന്ന ആത്മീക ജീവിത വ്യവസ്ഥ പൂർത്തീകരിക്കാനായിട്ടുള്ള വാഞ്ചയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വചനങ്ങളെ ഏറ്റുവാങ്ങുവാനായിട്ട് കർത്താവ് കൃപ നൽകി സഹായിക്കുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗത്തിൽ ഫിലിപ്പിയർക്ക് ലേഖനം 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണ്. 9-10 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിലിരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവന്റെ നിമിത്തമെല്ലാം ഉപേക്ഷിച്ചവരെ എന്നെണ്ണുന്നു. ക്രിസ്തുവിൽ ഇരിക്കണം, ക്രിസ്തുവിൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. എന്നിട്ട് 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്: ക്രിസ്തുവിനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിനെ ഒരു യാത്രയിലാണ് അനുഭവിച്ചറിയുന്നത്. ക്രിസ്തുവിനെ നേടേണ്ടതിനായിട്ടാണ് ഈ യാത്ര. അദൃശ്യമായ ജീവിത വ്യവസ്ഥ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്, വിശ്വാസത്താൽ ജീവിക്കേണ്ട ജീവിതക്രമം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് ക്രിസ്തുവിനെ നേടാൻ വേണ്ടി മാത്രമാണ്.
ഈ ലക്ഷ്യം ക്രിസ്തുവിനെ നേടുക. ക്രിസ്തുവിനെ നേടേണ്ടതിനും എന്നിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ ഇപ്പോൾ കർത്താവിനെ അനുഭവിച്ചറിയണം. ഈ മരുയാത്രയിൽ ദൈവം നമുക്ക് തികപ്പാൻ നൽകിയിരിക്കുന്ന പ്രവൃത്തികൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ നമുക്ക് അനുഭവിച്ചറിയുവാനിടയാകുന്നത്. അപ്പം ദൈവം നമുക്ക് തികപ്പാൻ നൽകിയിരിക്കുന്ന പ്രവൃത്തികളെ നാം ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവായ യേശുവിനെ നമുക്ക് അനുഭവിച്ചറിയുവാൻ കഴിയും. നമ്മുടെ കർത്താവിനെ അറിയണം, അപ്പോൾ തന്നെ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയണം. പുനരുത്ഥാനം, വീണ്ടും ഉദ്ധരിക്കപ്പെടുന്ന അവസ്ഥ, തീർന്നു പോയതിനെ പുനർക്രമീകരണം വരുത്തി പണി കഴിപ്പിക്കപ്പെടുന്ന അവസ്ഥ, നിർജീവമായി പോയതിനെ ജീവൻ പകരുന്ന അവസ്ഥ, ചേതന അറ്റുപോയതിന് ചൈതന്യം പകരുന്ന അവസ്ഥ, മരിച്ചു പോയതിനെ ജീവൻ മടക്കി വരുത്തുന്ന അവസ്ഥ, പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയണം. ക്രിസ്തുവിനെ തിരുവചനത്തിലൂടെ അനുഭവിച്ചറിയണം. അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ ഈ ശരീരത്തിൽ അനുഭവിച്ചറിയണം. സകലതും തീർന്നു എന്ന് എണ്ണപ്പെടുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ദീപം കത്തിച്ച് ഇരുട്ടിനെ മാറ്റി പ്രകാശപൂരിതമാക്കി മാറ്റി മനുഷ്യൻ്റെ എല്ലാ ഹൃദയ വിചാരങ്ങൾക്കും മീതെ മനുഷ്യൻ്റെ ജ്ഞാനത്തിനും അവൻ്റെ കാൽക്കുലേഷനൊന്നും ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, അതാണ് നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ, അതൊക്കെ വളരെ അത്യുന്നതമാണ്. മനുഷ്യൻ്റെ ജ്ഞാനത്തിന് ഗ്രഹിപ്പാൻ കഴിയുന്നതിന് മീതെയാണ് ദൈവത്തിൻ്റെ ഹിതം ദൈവം മറച്ചു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ക്രിസ്തുവിനെ അറിയണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയണം, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും ഈ ജീവിതയാത്രയിൽ അനുഭവിച്ചറിയണം. നീതിമാനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സ്വർഗീയ പ്രകാശത്തിൽ ദൈവരാജ്യത്തിൻ്റെ ഭാസുരമായ ആത്മീക അനുഭവങ്ങൾക്ക് നാം സാക്ഷ്യം വഹിച്ച് നിത്യനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രമാണങ്ങളിൽ നാം ഉത്സുകരായി ദൈവം നമ്മളെ തൻ്റെ ഹിതപ്രകാരം നടത്തിവിടുന്ന സാഹചര്യങ്ങളിൽ ഇടറിപ്പോകാതെ കുലുങ്ങിപ്പോകാതെ ആ ദൈവഹിതത്തോടുകൂടെ ചേർന്ന് വസിച്ച് ഈ ഭൂമിയിലെ പ്രവാസകാലം പൂർത്തീകരിക്കണമെന്ന് ദൈവം നമ്മെക്കുറിച്ച് ഓരോരുത്തരെക്കുറിച്ചും ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. അപ്പോൾ അവനിൽ ഇരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടണം. ലൗകികമായ സകല വ്യവസ്ഥിതികളെ നീക്കണം. എല്ലാ മോഹങ്ങളെ വെടിഞ്ഞ് നാം ക്രിസ്തുവിനായി മരിക്കുകയാണ്. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടതിന് ശേഷം ക്രിസ്തുവിനെ അനുഭവിച്ചറിയണം, അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെ അനുഭവിച്ചറിയണം, അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയണം. അപ്പോൾ പിതാവായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന പ്രവൃത്തിയെ തികയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് ക്രൂശിൻ്റെ അത്യുജ്വലമായ പാതയിലൂടെ ഈ യാത്ര പൂർത്തീകരിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ദുഷ്കരമായ കുടുംബ വ്യവസ്ഥയുടെ സാഹചര്യങ്ങൾ കടന്നു വരുമ്പോൾ എനിക്ക് എന്താ ഇങ്ങനെ പ്രാർത്ഥിച്ചിടുന്ന ഒരു ആശ്വാസം ഉണ്ടാകുന്നില്ലല്ലോ എന്ന് ചിന്ത വെളിപ്പെടുന്നുവെങ്കിൽ ക്രൂശിൻ്റെ ബൃഹത്തായ വെളിപ്പാട് നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഈ സാഹചര്യങ്ങളെ നാം ഒരുക്കിയെടുക്കണം. നാം കഷ്ടത്തിലാകുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ ആ കഷ്ടതയെ ക്രിസ്തുവിൻ്റെ വെളിപ്പാടിലേക്ക് നമ്മളെ നയിക്കുവാൻ തക്കവണ്ണമുള്ള പാതകളെ നാം വെട്ടി തുറന്നിട്ട് കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് ആക്കിയിരിക്കണം. സ്തോത്രം. ചാനലുകൾ തുറന്നു കൊടുക്കുന്നത് പോലെ നാം അതിനെ ഉപയോഗിക്കണം. ദുഷ്കരമായ സാഹചര്യം കടന്നു വരുന്ന ഉടനെ നിരാശപ്പെട്ടു പോകാതെ ക്രൂശിൻ്റെ ബൃഹത്തായ വെളിപ്പാടിലേക്ക് ആ കഷ്ടതകളെ തുറന്നു വിട്ടുകൊടുക്കുക. നമ്മൾ വളരെ വേഗത്തിൽ നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം ഉണ്ടാകുന്നത് കാണുവാനിടയാകും. നമ്മൾ ആ കാര്യം ചെയ്യാതെ വെളിപ്പാടിലേക്ക് നയിക്കപ്പെടാതെ ആ കഷ്ടതയെ മാത്രം അയവർക്കിക്കൊണ്ട് മുൻപോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം കഠിനപ്പെടുവാനിടയുണ്ട്. നമ്മുടെ വാക്കുകൾ ലംഘനവും പെരുപ്പും നിമിത്തം പാപം ചെയ്യുവാനിടയുണ്ട്. നമുക്ക് വചനത്തിൽ വിശ്വസിപ്പാൻ കഴിയാത്ത സാഹചര്യങ്ങളും കടന്നു വരുവാനിടയുണ്ട്. ആകയാൽ ദുഷ്കരമായ സാഹചര്യങ്ങളെ ക്രൂശിൻ്റെ ബൃഹത്തായ വെളിപ്പാടിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള വാഞ്ചയോടുകൂടെ ആ വഴിയെ ആ തലത്തിലേക്ക് തിരിച്ചു വിടുവാൻ തക്കവണ്ണം നാം ആത്മാവിൽ ബലം സംഭരിക്കണം. അതിനായിട്ട് കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. രക്തത്താൽ വചനത്താൽ ചെയ്യും. ദൈവത്തിൻ്റെ മഹത്വം. ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരുമ്പോൾ 12-ാമത്തെ അധ്യായം 7-ാം വാക്യത്തിൽ അബ്രഹാം ദൈവശബ്ദം കേൾക്കുന്നതായി കാണാം. യഹോവ അബ്രാമിന് പ്രത്യക്ഷനായി, നിന്റെ സന്തതിക്ക് ഞാൻ ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. തനിക്ക് പ്രത്യക്ഷനായ യഹോവയ്ക്ക് അവൻ അവിടെ ഒരു യാഗപീഠം പണിതു. ദൈവവചനത്താലും ശമൂവേലിനും ഒരു വെളിപ്പാട് കിട്ടി. ഇവിടെ അബ്രഹാമിന് ഒരു വെളിപ്പാട് കിട്ടുകയാണ്. ക്രിസ്തീയ ജീവിതയാത്ര വെളിപ്പാടിലൂടെ ലഭ്യമാകുന്ന നിർദ്ദേശത്തിന്
അനുസരിച്ചുള്ള ഒരു യാത്രയാണ്. അബ്രഹാമിന് ആ ദൈവദർശനം കിട്ടി, ആ അരുളപ്പാട് കിട്ടി. അവിടെ അദ്ദേഹത്തിന് യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിതായി കാണുന്നു. ഇതെല്ലാം വിശ്വാസത്താലാണ്. വിശ്വാസത്താൽ അദൃശ്യമായ വ്യവസ്ഥയുടെ നിവൃത്തീകരണത്തിന് വേണ്ടി അബ്രഹാം അവിടെ ദൈവത്തിന് ഒരു യാഗപീഠം പണിതായിട്ട് കാണുന്നു. അപ്പോൾ നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ വിശ്വാസ ജീവിതം ഒരു വെളിപ്പാടിലൂടെയാണ് ഈ വിശ്വാസയാത്ര മുൻപോട്ട് പോകുന്നത്. വെളിപ്പാട് എന്ന് പറയുമ്പോൾ ദൈവശബ്ദം കേട്ടുകൊണ്ടുള്ള ഒരു യാത്ര, ദൈവശബ്ദത്താൽ നമുക്ക് ലഭിക്കുന്ന നിർദ്ദേശങ്ങളെ അനുസരിച്ച് കൊണ്ടുള്ള ഈ യാത്രയിലാണ് നാം നീതീകരിക്കപ്പെടുന്നത്. ഈ യാത്രയിലാണ് ദൈവഹിതത്തിലേക്ക് നാം പ്രവേശിക്കുന്നത്. ഈ യാത്രയിലാണ് തേജസ്കരണം ഉണ്ടാകുന്ന അനുഭവത്തിലുള്ള പണി നമ്മുടെ ഉള്ളിൽ നടക്കുവാനായിട്ട് ഇടയാകുന്നത്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ പുസ്തകം 13-ാം അധ്യായം 14-ാമത്തെ വാക്യം. ലോത്ത് അബ്രാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്തുനിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അപ്പോൾ അതുവരെ കർത്താവ് മിണ്ടിയില്ല. എപ്പോഴാണോ അബ്രഹാം ലോത്തിനെ വിട്ടു പിരിഞ്ഞത്, അപ്പോഴാണ് ദൈവശബ്ദം വീണ്ടും കേൾക്കുവാൻ തുടങ്ങുന്നത്. ദൈവത്തിൻ്റെ മഹത്വം, പൊന്നുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട്, അപ്പോൾ ലോകത്തെ സ്നേഹിക്കുന്നവനുമായുള്ള അബ്രഹാമിൻ്റെ കൂട്ടുകെട്ടിൽ സ്തോത്രം, ദൈവശബ്ദം കേൾപ്പാൻ ഒരു പരിധിവരെ അതിന് തടസ്സമാണ്. നിങ്ങൾ ലോകത്തെയും ലോകത്തിൽ ഉള്ളതിനെയും സ്നേഹിക്കരുത്. ലോത്ത് ലോകസ്നേഹിയായിരുന്നു, തികവാർന്ന ഒരു ലോകസ്നേഹിയായിരുന്നു. ലോകത്തിൻ്റെ സമ്പത്തിൽ മയങ്ങിപ്പോയ ഒരു മനുഷ്യൻ, ലോകത്തിൻ്റെ സമ്പത്തിൽ നീരോട്ടമുള്ള ദേശങ്ങൾ തേടിപ്പോകുന്ന ഒരു മനുഷ്യൻ, ലോകസ്നേഹിതനായ ഒരു മനുഷ്യൻ. ലോകസ്നേഹിതനായ ലോത്തുമായി ബന്ധപ്പെട്ടുള്ള അബ്രഹാമിൻ്റെ യാത്ര ദൈവശബ്ദം കേൾക്കേണ്ടതിന് തടസ്സമായി മാറി. വിശ്വാസത്താലുള്ള ഈ വഴി യാത്രയിൽ നമുക്ക് വെളിപ്പാട് ആവശ്യമാണ്. ആ വെളിപ്പാട് നമുക്ക് ലഭ്യമാകാത്തിടത്തോളം കാലം ഈ യാത്ര സുഖകരമായി തീരുകയില്ല. ലോകസ്നേഹം അതിന് തടസ്സമാണ്. ലോകസ്നേഹമുള്ള നമ്മുടെ ജഡമനുഷ്യൻ്റെ വ്യവസ്ഥകളെ വിട്ട് വെളിപ്പാടിൽ ആശ്രയിച്ച് വിശ്വാസത്താൽ ജീവിക്കുവാൻ ശേഷിയുള്ള ആത്മമനുഷ്യനെ നാം പ്രൊമോട്ട് ചെയ്ത് മുമ്പോട്ട് യാത്ര ചെയ്യുകയാണെങ്കിൽ, ജഡമനുഷ്യൻ്റെ മുഖങ്ങളെ വിട്ട് ആത്മമനുഷ്യൻ എപ്പോൾ ഒരു ചുവട് മുൻപോട്ട് വയ്ക്കുമോ അപ്പോൾ യഹോവയായ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനെ, നീ ഇടത്തോട്ടും വലത്തോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. അല്ലേ? സ്തോത്രം, ദൈവത്തിൻ്റെ മഹത്വം. 13-ാമത്തെ അധ്യായം തന്നെ അതിൻ്റെ 10-ാമത്തെ വാക്യം വായിച്ചാൽ. അപ്പോൾ ലോത്ത് നോക്കി യോർദാനരികെയുള്ള പ്രദേശമൊക്കെയും നീരോട്ടമുള്ളതെന്ന് കണ്ടു. യഹോവ സോദോമിനെയും ഗോമോറായെയും നശിപ്പിച്ചതിനു മുമ്പേ അത് യഹോവയുടെ തോട്ടം പോലെയും. അബ്രഹാമും നോക്കുന്നു, അപ്പോൾ തന്നെ ലോത്തും നോക്കുകയാണ്. ഫലപുഷ്ടമായ സ്ഥലമാണ് ലോത്ത് കാണുന്നത്. അബ്രഹാമോ തൻ്റെ വംശപരമ്പരയ്ക്ക് വിശ്വാസത്താൽ വെളിപ്പെടാനിരിക്കുന്ന സ്വർഗീയമായ കനാൻ ദേശം ലക്ഷ്യമാക്കി മുമ്പോട്ടുള്ള ഒരു ജീവിതയാത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കൂടാരങ്ങൾ മാറ്റി അടിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിന് വേണ്ടി അദ്ദേഹം കാത്തിരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വെളിപ്പാടിൽ ഉള്ള നോട്ടം, ജഡത്തിൽ ഉള്ള നോട്ടം. നാം ജഡത്തിലാണ് കർത്താവിൻ്റെ വാക്ക് കേട്ട് നോക്കുന്നതെങ്കിൽ ഫലഭൂവിഷ്ടമായ, കണ്ണുകൾക്ക് ആനന്ദമുണ്ടാകുന്ന, കാതുകൾക്ക് ഇമ്പകരമാകുന്ന, ജഡമനുഷ്യന് വളരെ സ്തോത്രം ചെയ്യുവാൻ കഴിയുന്ന ഭൗമികമായ ഉന്നതമായ മേഖല നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്നാൽ ദൈവശബ്ദത്തിന് വിധേയപ്പെട്ടുകൊണ്ട് വെളിപ്പാടിനാലാണ് നാം നോക്കുന്നതെങ്കിൽ മനുഷ്യർക്ക് കാണുവാൻ കഴിയുന്നതല്ല, അദൃശ്യമായതും സ്വർഗീയമായ സ്വഭാവമുള്ളതും ജഡമനുഷ്യന് ഉൾക്കൊള്ളുവാൻ കഴിയാത്തതുമാകുന്ന ഒരു ക്രമമാണ് ദൈവം വച്ചിരിക്കുന്നത്. പഴയ നിയമ കാലഘട്ടത്തിൽ ആ ദൈവരാജ്യത്തിൻ്റെ പ്രിൻസിപ്പൾ ദൈവം ഘട്ടം ഘട്ടമായി വെളിപ്പെടുത്തിയെങ്കിൽ കൃപ പ്രാപിച്ച് നാം വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിൻ്റെ രക്തത്തിന് പുതിയ നിയമമായ ഉണവട്ടിയായ നാം എത്രയധികം ആ വിഷയം സംബന്ധിച്ച് വെളിപ്പാട് ലഭ്യമാകേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ പ്രസാദം ചെയ്യുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ജീവിക്കണം. ഇല്ലേ? എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. പിന്മാറുന്നുവെങ്കിലോ എൻ്റെ ഉള്ളിൽ അവന് പ്രസാദമില്ല. അതാണ് ആമേൻ. ദൈവത്തിന് പ്രസാദകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ ഉള്ള ജീവിതമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ. വിശ്വാസമെന്ന് കേൾക്കുമ്പോൾ തന്നെ അത് അദൃശ്യമായ കാര്യങ്ങളുടെ നിശ്ചയമാണ്. വിശ്വാസത്താൽ ജീവിക്കുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതം അദൃശ്യമാണ്. അദൃശ്യമായ മേഖലയിലാണ് ദൈവം അരുളപ്പാട് നൽകിയിരിക്കുന്നത്. വെളിപ്പാടെന്ന് കേൾക്കുമ്പോൾ അത് അദൃശ്യമായ മേഖലയിലാണ് വെളിപ്പാട്
വെളിപ്പാട് അത് വെളിപ്പെട്ട് കിട്ടേണ്ടതാണ്. അത് അറിവല്ല, അത് വെളിപ്പെട്ട് കിട്ടേണ്ടതാണ്. ദൈവത്തിൻ്റെ മഹത്വം ഈ ഭൂമിയിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഈ പ്രവൃത്തിയെ തികയ്ക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസത്താൽ തികയ്ക്കേണ്ടതാണ്. സ്വർഗീയമായത് ഭൂമിയിൽ വിശ്വാസമർപ്പിക്കുന്ന ബിരുദന്മാർക്ക് വേണ്ടി കർത്താവ് വെളിപ്പെടുത്തിയാണ് നൽകുന്നത്. അതുകൊണ്ട് വിശ്വാസത്താൽ മാത്രമാണ് നമുക്ക് ജീവിതം. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം പുണ്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോൾ നാം കണ്ണുകൊണ്ട് നോക്കുമ്പോൾ ദൃശ്യമായതല്ല നമ്മൾ കാണുന്നത്. കർത്താവെ, അതെനിക്ക് കിട്ടിയാൽ കൊള്ളാമായിരുന്നു, കർത്താവെ ഇതെനിക്ക് ലഭിക്കപ്പെട്ടാൽ നല്ലതായിരുന്നു, വളരെ സന്തോഷമായിരുന്നു എന്ന് പറയുമ്പോൾ ലോത്തിൻ്റെ കണ്ണുകളാണോ അബ്രഹാമിൻ്റെ കണ്ണുകളാണോ? ഏതാണ് കാഴ്ച? ജഡക്കണ്ണുകൾ ലോത്തിൻ്റെ കണ്ണുകളായി നിൽക്കുമ്പോൾ ആത്മക്കണ്ണുകൾ അബ്രഹാമിൻ്റെ കണ്ണുകളായി നിൽക്കുകയാണ്. ലോത്ത് നമ്മുടെ ജഡമനുഷ്യൻ്റെ പ്രതീകമായി നിൽക്കുമ്പോൾ അബ്രഹാമോ നമ്മുടെ ആത്മമനുഷ്യൻ്റെ പ്രതീകമായി നിലകൊള്ളുകയാണ്. ലോത്തും അബ്രഹാമും തമ്മിൽ വിട്ടുപിരിയുമ്പോഴാണ് ദൈവശബ്ദം കേൾക്കുവാനായിട്ട് ആരംഭിക്കുന്നത്. ജഡമനുഷ്യനും ആത്മമനുഷ്യനും തൻ്റെ വ്യവസ്ഥകൾ മോഹങ്ങളാൽ ബന്ധപ്പെട്ട് തന്നെ ഉപാധികളില്ലാതെ രണ്ടായിട്ട് എപ്പോഴാണ് നമ്മുടെ ഉള്ളിൽ വെളിച്ചവും ഇരുളും തമ്മിൽ നമ്മുടെ ഹൃദയങ്ങളിൽ വേർതിരിവുണ്ടാകുന്നത്, അപ്പോൾ ആണ് ശബ്ദം, ദൈവശബ്ദം കേൾക്കുവാനായിട്ട് തുടങ്ങുന്നത്. അങ്ങനെ ദൈവപ്രസാദിതകരമായ ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് പൂർത്തീകരിക്കണം. ആമേൻ. ലോകമനുഷ്യർ കാണുമ്പോൾ നമ്മളൊന്നും നേടിയിട്ടില്ല. വർഷങ്ങൾ ഇങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ്, പാടിയും പ്രാർത്ഥിച്ച് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. നമ്മളൊന്നും നേടുന്നതായിട്ട് ലോകത്തിന് കാണാൻ കഴിയുന്നില്ല. അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെ. അവർക്ക് കണ്ണാലെ കാണത്തക്കവണ്ണം ഒന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിന്ന് വരികയില്ല. ഇവരിതിന് ഇത്രയും വർഷമായിട്ട് ഒരു ഗതി ഉണ്ടായിട്ടില്ല, എന്നിട്ട് ഇവരിങ്ങനെ പിന്നെയും പള്ളി പോവുകയാണ്. ഇത്രയും വർഷമായിട്ട് എടുത്തു വരത്തക്ക ഒരു ഗതി അവർക്കുണ്ടായില്ല, പിന്നെ ഇവരിതിനെ ഈ പള്ളി പോകുന്നവിടെ വേറെ വല്ല കാര്യം ചെയ്യട്ടെ, ഈ സമയം വെറുതെ വേസ്റ്റൊക്കെ കളയാതെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാൻ നോക്ക് എന്ന് ആൾക്കാർ പറയത്തക്കവണ്ണമുള്ള ഒരു ജീവിതമായിരിക്കാം നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം ലോത്തിൻ്റെ ജീവിതമല്ല, നമ്മുടെ ജീവിതം അബ്രഹാമിൻ്റെ ജീവിതമാണ്. വിശ്വാസത്താൽ, ആമേൻ, വിശ്വാസത്താൽ അതൊരു വെളിപ്പാടാണ്. വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ ആമേൻ ദൃശ്യമായതല്ല, അദൃശ്യമായത്. ആമേൻ. അബ്രഹാം ഇസ്ഹാക്കോടും യാക്കോബോടും കൂടെ കൂടാരങ്ങളിൽ മാറ്റി മാറ്റി അടിച്ച് എങ്ങും ഉറയ്ക്കാതെ ദൈവം ശില്പിയെ നിർമ്മിച്ച അടിസ്ഥാനമുള്ള ഒരു നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. അതാണ് വിശ്വാസത്തിൻ്റെ ജീവിതം, അതാണ് ദൈവത്തിൻ്റെ പ്രസാദം. പക്ഷേ ലോകമനുഷ്യർക്ക് അത് ഉൾക്കൊള്ളുവാൻ കഴിയില്ല, കാരണം അവർക്ക് കാണുവാൻ കഴിയില്ല. അപ്പോൾ ദൈവം നമുക്ക് ചെയ്യുവാൻ തക്കവണ്ണം, തികപ്പാൻ തക്കവണ്ണം നൽകിയിരിക്കുന്ന പ്രവൃത്തി അദൃശ്യ മേഖലയിലാണ്. അതുകൊണ്ട് നമുക്ക് കണ്ണാലെ കാണുന്ന കാര്യങ്ങൾക്കനുസരിച്ച് നന്മ ചെയ്ത് മുമ്പോട്ട് പോയാൽ ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുവാൻ കഴിയില്ല. ദൈവം നമുക്ക് നീ എനിക്ക് തികപ്പാൻ നൽകിയ പ്രവൃത്തി അല്ലേ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു. ദൈവത്തിന് മഹത്വം. എന്തു പ്രാഗൽഭ്യമാണ് കർത്താവിനുള്ളത്, യേശുവിനുള്ള പ്രാഗൽഭ്യം കണ്ട്. പിതാവേ, അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു അല്ലേ. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി. നാം ഭൂമിയിൽ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നത് എപ്പോഴാണ്? ദൈവം നമുക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തിയെ നാം തികയ്ക്കുമ്പോഴാണ്. ഹല്ലേലൂയ. നാമും യേശു സഞ്ചരിച്ച് അക്കരെ നാട്ടിലെത്തിയതുപോലെ നാമും അക്കരെ നാട്ടിലെത്തുമ്പോൾ പിതാവിനോട് പറയണം, പിതാവേ, ഞാൻ ഭൂമിയിൽ അങ്ങയെ മഹത്വപ്പെടുത്തി, അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചിരിക്കുന്നു. ഈ പ്രാഗൽഭ്യത്തോടു കൂടിയ സാക്ഷ്യം നമുക്ക് പറയുവാൻ ശേഷി ഉണ്ടാകണമെങ്കിൽ ദൃശ്യമായ മേഖല വിട്ട് അദൃശ്യമായതിലേക്ക്, മനുഷ്യർക്കാർക്ക് നമ്മളെ ഉൾക്കൊള്ളുവാൻ കഴിയാത്ത, മനുഷ്യർക്കാർക്ക് നമ്മളെ അംഗീകരിപ്പാൻ കഴിയാത്ത, ഒറ്റപ്പെട്ടു പോകത്തക്കവണ്ണമുള്ള നിലയിൽ ഒരു മനുഷ്യനും നമ്മളെ സ്നേഹിപ്പാനോ ആദരിപ്പാനോ കഴിയാത്ത ദുഷ്കരമായ സാഹചര്യത്തിലൂടെ, അദൃശ്യമായ വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ആ കാര്യം പിതാവായ ദൈവത്തിന് മുൻപാകെ പറയുവാൻ തക്കവണ്ണമുള്ള ശേഷി ഉണ്ടാകുകയുള്ളൂ. അതിനായിട്ട് എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരണം. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ മഹത്വം. അബ്രഹാമിൻ്റെ ആത്മീക നിലവാരം അതിൻ്റെ 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 17-18 വായിച്ചാട്ടെ. അവൻ കെദൊർലായോമെരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ശാവേതാഴ്വര വരെ അവനെ എതിരേറ്റു ചെന്നു. ശാലേം രാജാവായ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അബ്രഹാമിൻ്റെ ആത്മീക ജീവിതം ഒരു യുദ്ധം കഴിഞ്ഞ് ജയിച്ചു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അബ്രഹാമിന് ലഭിക്കേണ്ട ആദരവ് ദൃശ്യമായ മേഖലയിലല്ല അദ്ദേഹം ആഗ്രഹിച്ചത്. 22-ാമത്തെ വാക്യം വായിക്കാം. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്,
ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കയില്ല എന്ന് ഞാൻ സ്വർഗ്ഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയെങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥയാണിത്. ദ പ്രിൻസിപ്പൽ ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ക്രിസ്തീയ ജീവിതം ക്രൂശിൻ്റെ ലൈഫാണ്. നമ്മൾ മനുഷ്യരാലുള്ള പ്രസാദം നേടിയുള്ള ഒരു യാത്രയല്ല. നമ്മൾ ഈ ഭൂമിയിൽ എന്തെങ്കിലും കാര്യം ചെയ്താൽ അതിന് പ്രതിഫലം ഭൂമിയിൽ നിന്ന് സ്വീകരിക്കുന്ന ഒരു വ്യവസ്ഥയല്ല ദ കിങ്ഡം ഓഫ് ഗോഡ്. ഹല്ലേലൂയ. എത്ര അത്ഭുതാവഹമാണ് അബ്രഹാമിൽ അത് വെളിപ്പെടുന്നത്. ന്യായപ്രമാണം കയ്യിൽ എഴുതപ്പെട്ടിട്ടില്ലാത്ത, ദൈവശബ്ദം മാത്രം കേട്ട് മുൻപോട്ട് യാത്ര ചെയ്യുന്ന, വെളിപ്പാടിൽ മാത്രം യാത്ര ചെയ്യുന്ന അബ്രഹാം എത്ര കൃത്യതയോടുകൂടിയാണ് ആ ദൈവരാജ്യത്തിൻ്റെ വ്യവസ്ഥ തൻ്റെ ജീവിതത്തിലുടനീളം പാലിക്കുവാനായിട്ടിടയായത്. ദൈവത്തിൻ്റെ മഹത്വം. അബ്രഹാം ആ കാര്യം തികവായി പൂർത്തീകരിച്ചെങ്കിൽ, പ്രിയമുള്ളവരെ, ഈ പ്രമാണം നമ്മുടെ കയ്യിൽ എഴുതപ്പെട്ട് നമുക്ക് ലേഖനങ്ങളിലൂടെ വ്യക്തമായി വെളിപ്പെടുത്തി തന്നുമിരിക്കെ നാം മനുഷ്യരാലുള്ള മാനം തേടി ഇനിയും യാത്ര ചെയ്യുകയാണോ? മനുഷ്യർ നമുക്ക് മാനം നൽകിയില്ല എന്ന കാരണത്താൽ, മനുഷ്യർ നമുക്ക് നന്ദി നൽകിയില്ല എന്ന കാരണത്താൽ നമ്മൾ അവമതിപ്പുള്ളവരായി മാറുകയാണോ? നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ന്യായമായ ഓഹരിയോ ന്യായമായ പദവിയോ മാനമോ നമുക്ക് തരാതിരുന്നാൽ മുഖം വാടുകയാണോ? നോ. ഒരു വാറാകട്ടെ, ചെരുപ്പ് വാറാകട്ടെ, ഒരു ചരടാകട്ടെ, ഇതിൻ്റെ അപ്പുറം എന്താ പറഞ്ഞ്, നിനക്ക് ഉള്ളതിൽ നിന്നും യാതൊന്നുമാകട്ടെ എടുക്കയില്ല. യുദ്ധം ചെയ്ത് നന്മകളുമായി മടങ്ങി വരുമ്പോൾ അവൻ അതിന് നല്ലൊരു അംശം തിരികെ കൊടുക്കുവാൻ തക്കവണ്ണം രാജാവ് തയ്യാറാകുമ്പോൾ ഒരൊറ്റ സാധനം കൈക്കൊള്ളുവാൻ കൂട്ടാക്കാതെ, താൻ ഭൂമിയിൽ ചെയ്ത പ്രവൃത്തിയുടെ ഒരു ഫലം ഭൂമിയിൽ വെച്ച് അനുഭവിപ്പാൻ കൂട്ടാക്കാതെ വിശ്വാസത്താലുള്ള ജീവിതം, ഇത് പിതാവായ ദൈവം എന്തെങ്കിലും തരുന്നുവെങ്കിൽ അത് മാത്രം സ്വീകരിപ്പാൻ തക്കവണ്ണം മനസ്സിനെയും ഹൃദയത്തെയും ഒരുക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം. ഈ ജീവിതം എത്ര ഉന്നതമാണ്! ഇതാണ് യേശുവും നമുക്ക് മാതൃകയായി കാട്ടി നൽകിയ ജീവിതം. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോൾ, ക്രൂശിൻ്റെ ദുഷ്കരമായ അനുഭവത്തിലേക്ക് നാം കടക്കുമ്പോൾ, ആൾക്കാർ പറയും അവനെന്തോ ദോഷം ചെയ്തത് കൊണ്ടാണ് അവൻ ആ കഷ്ടം, അവന് അനുസരണമില്ലാത്തത് കൊണ്ടാണ് അവൻ ആ ക്രൂശ്, അവന് പ്രാർത്ഥന ഇല്ലാത്തതുകൊണ്ട് കർത്താവിൻ്റെ അടിയാണ്. അല്ല, അവൻ നന്മ ചെയ്തതിൻ്റെ ഫലമാണ് ക്രൂശ്. ഹല്ലേലൂയ. അബ്രഹാമായി യുദ്ധം ചെയ്ത് തനിക്ക് ന്യായമായി ലഭ്യമാകേണ്ട അവകാശം കൊടുക്കുവാൻ തയ്യാറായിട്ടും അദ്ദേഹം ഒരു വള്ളി പോലും, ഒരു ചെരുപ്പിൻ്റെ വാറ് പോയിട്ടൊരു വള്ളി പോലും അദ്ദേഹം വാങ്ങിക്കുവാൻ കൂട്ടാക്കാതെ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ ആമേൻ എടുത്ത തീരുമാനം, അത്യുന്നതനായ ദൈവത്തെ സാക്ഷി നിർത്തി കൈ ഉയർത്തി അദ്ദേഹം സത്യം ചെയ്യുകയാണ്. എന്തൊരു സത്യം ചെയ്യാനാണ്! എത്ര പ്രാഗൽഭ്യത്തോടു കൂടെയാണ് ദൈവത്തിന് മുൻപാകെ ആ സത്യം ചെയ്യുന്നത്! അങ്ങനെയാണെങ്കിൽ പ്രിയമുള്ളവരെ, നമുക്ക് സത്യം ചെയ്യാൻ കഴിയുമോ? ഈ ഭൂമിയിൽ ഞാൻ എന്തെങ്കിലും പ്രവൃത്തി ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട് എനിക്കൊരു സ്ഥാനമോ മാനമോ പദവിയോ 5 പൈസ പോലും എനിക്ക് വേണ്ട എന്ന് യേശുവിൻ്റെ നാമം ചൊല്ലി സർവശക്തനായ ദൈവത്തിന് മുമ്പാകെ കൈ ഉയർത്തി സത്യം ചെയ്യുവാൻ കഴിയും. ഹല്ലേലൂയ. സ്വന്തം പുത്രനെ ആദരിയാതെ മോറിയ മലയെ കൊണ്ടുപോയി പീസാക്കാൻ, കഷ്ണമാക്കാൻ ആ മനുഷ്യന് കഴിയുന്ന ഹൃദയ ഇരട്ടച്ചങ്കുള്ളതുകൊണ്ടല്ല, പിതാവായ ദൈവത്തോടുള്ള വെളിപ്പാട് നിമിത്തമുള്ള സമർപ്പണമാണത്. തൻ്റെ സമർപ്പണത്തിൻ്റെ പ്രതീകമാണ് അവിടെ കാണുവാനിടയാകുന്നത്. നാമും ദൈവത്തോട് സമർപ്പണമുണ്ടെന്ന് പറയുകയും പ്രവൃത്തിയുടെ 1-ാം ഘട്ടത്തിൽ പോലും എത്തി നോക്കുവാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ നാം ഭയവിഹ്വലന്മാരായി തീരുകയും ചെയ്യുന്ന സാഹചര്യം ഉളവായി തീരുവാൻ അനുവദിക്കപ്പെടാതെ വചനത്തിൻ്റെ നിർമ്മാല്യത പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ നമ്മുടെ ജീവിതങ്ങളിൽ പ്രചരിപ്പിക്കേണ്ടതിന് ഹൃദയപൂർവ്വം ഈ വചനത്തിന് മുൻപാകെ നമ്മെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ മഹത്വം. എബ്രായ ലേഖനത്തിലേക്ക് വരുമ്പോൾ 12-ാം അധ്യായം 9-10 വാക്യങ്ങൾ വായിക്കുമ്പോൾ, വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്ത് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്ന് വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. നമ്മുടെ ജീവിത ശൈലി സ്വർഗീയമായ ജീവിത ശൈലിയിലേക്ക് വരണം. അബ്രഹാം കാണിച്ചത് അതാണ് സ്വർഗീയമായ ജീവിത ശൈലി, വിശ്വാസത്താലുള്ളൊരു ജീവിതം. അപ്പോൾ മാനുഷികമായ ജീവിതശൈലി, ആദാമ്യമായ ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ ലക്ഷ്യമാക്കി മുമ്പോട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ നോക്കി സമ്പാദിച്ചും ഒക്കെ മുമ്പോട്ട് പോകുന്ന ഒരു ജീവിതമാണ്. അത് ആദാമ്യ ജീവിതശൈലിയാണ്. എന്നാൽ ക്രിസ്തുവിൽ ഉള്ള സ്വർഗീയ ജീവിതശൈലി കാണപ്പെടാത്തതിന് വേണ്ടി, അദൃശ്യമായതിനു വേണ്ടി
വിശ്വാസത്താൽ നോക്കിപ്പാർത്തുകൊണ്ടുള്ള ഒരു യാത്ര. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു കൊണ്ടുള്ള ഒരു യാത്ര. ഇതാണ് സ്വർഗീയ ജീവിതശൈലി. ഭൗമികമായ ജീവിതശൈലിയിൽ നിന്നും സ്വർഗീയമായ ജീവിതശൈലിയിലേക്ക് പടുത്തുയർത്തപ്പെടുന്ന ഒരു ആത്മജീവിതമാണ് ക്രിസ്തുവേശയെങ്കിലുള്ള നമ്മുടെ സമർപ്പണം. നമ്മൾ ഓരോ ദിവസവും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ, അപ്പോൾ അങ്ങയുടെ വാക്ക് കേട്ട് ജീവിപ്പാൻ, അവിടുത്തെ ശബ്ദം കേട്ട് ജീവിപ്പാൻ, ആ വെളിപ്പാടിൽ തന്നെ യാത്ര ചെയ്ത് ഈ ഭൂമിയിലെ പ്രവാസകാലം പൂർത്തീകരിപ്പാൻ ഞാൻ എന്നെ തന്നെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ പല ത്യാഗങ്ങളും നമുക്ക് സംഭവിക്കും. ക്രിസ്തുവേശുവിങ്കിൽ വചനപ്രകാരമുള്ള സമർപ്പണങ്ങൾ നാം എടുത്തു കഴിയുമ്പോൾ നമുക്കുണ്ടെന്ന് പറയുന്ന പലതും നമ്മളെ വിട്ട് അകന്ന് മാറും. ആദ്യം ലോത്ത് നമ്മളെ വിട്ട് മാറും. ലോത്ത് വിട്ട് മാറിയെങ്കിലേ തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുവാനായിട്ട് കഴിയുകയുള്ളൂ ദൈവത്തിൻ്റെ മഹത്വം. അല്ലെങ്കിൽ കുഴപ്പമെന്താണ്? ലോത്ത് കൂടെയുണ്ടെങ്കിൽ നീരുട്ടുള്ള ദേശങ്ങൾ നോക്കി തപ്പിത്തടഞ്ഞ് അവിടെ നിൽക്കും. താൽക്കാലികമായതിനെ അന്വേഷിച്ച് നടക്കും. നമ്മൾ താൽക്കാലികമായതിന് വേണ്ടിയിട്ടല്ല, നിത്യമായതിന് വേണ്ടിയിട്ട്, കാണുന്നതിനായിട്ടല്ല, അദൃശ്യമായതിന്, കാണാത്തതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ജീവിതയാത്ര. അപ്പോൾ മാനസികമായി നമ്മളെ തളർത്തിക്കളയുന്ന പല അനുഭവങ്ങളുണ്ടാകും. നമ്മുടെ ബന്ധുക്കൾ, മിത്രങ്ങൾ, ചാർച്ചക്കാർ, സ്നേഹിതർ, ചേട്ടന്മാർ, അന്യന്മാർ, ഇവരെല്ലാം നമുക്ക് മുമ്പിലും പുറകിലും ഓരോ മേഖലയിൽ സാമ്പത്തികമായിട്ടൊക്കെ വളർന്നും അവരുടെ മക്കളൊക്കെ ഉന്നതമായ മേഖല എത്തപ്പെടുമ്പോൾ അയ്യോ, നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ട് നമ്മളിങ്ങനെ താണു പോകുകയാണോ എന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ടെങ്കിൽ നമ്മുടെ ജഡമനുഷ്യൻ അല്പം ബലത്തോട് നിൽക്കുകയാണ്. അവനെ ഉടയ്ക്കണം. ദുഷ്ടാത്മാവേ, ദുഷ്ട ജഡമനുഷ്യ, നീ അടങ്ങ്. നിനക്ക് വേണ്ടിയിട്ടുള്ളതല്ല എൻ്റെ ഈ വ്യവസ്ഥ. ഇത് എൻ്റെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വ്യവസ്ഥയ്ക്കായിട്ട് ഞാൻ സകലതും ചവറ് എന്ന് എണ്ണുന്ന വ്യവസ്ഥയാണ്. അതുകൊണ്ട് ജഡമനുഷ്യൻ്റെ തേങ്ങലുകൾ, ദീനരോധനങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കാതെ അതിന് മീതെ അകത്തെ ആത്മമനുഷ്യൻ പുഷ്ടിപ്പെട്ട്, ജഡമനുഷ്യ നീ അടങ്ങ്. നിന്റെ ചേർത്തിരിക്കുന്ന മനസ്സിന് അനുസരിച്ചുള്ള ഒരു വിധിയല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ഇടുക്കും ഞെരുക്കുമുള്ള പാതയിലൂടെ സ്വർഗീയമായതിനെ തേടിയുള്ള ഒരു യാത്രയും അനന്തമായ നിത്യതയിൽ പ്രവേശിപ്പാൻ വക നൽകുന്ന, നിലനിൽക്കുന്ന ശാശ്വത അവകാശ ലക്ഷ്യമാക്കിയുള്ള യാത്രയുമാകയാൽ ആ നിലയിൽ അകത്തെ മനുഷ്യൻ സടകുടഞ്ഞെഴുന്നേറ്റ് ജഡമനുഷ്യൻ്റെ മോഹങ്ങളെ രാഗമോഹങ്ങളോടുകൂടെ ദണ്ണിപ്പിച്ച് മുൻപോട്ട് ചൂടുകളെ വയ്പ്പാൻ ആത്മാവായവൻ വീണ്ടും നമ്മളെ അതിനായിട്ട് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. അതിൻ്റെ 13-ാമത്തെ വാക്യം വായിച്ചിട്ട് പ്രയർ. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. 16-ാമത്തെ വാക്യം. അവരും അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ആ വെളിപ്പാടിൽ അവർ മരിച്ചു. അവർക്ക് ലഭിക്കപ്പെട്ട വെളിപ്പാട് എന്താണോ ആ വെളിപ്പാടിൽ തന്നെ ജീവിച്ചു, ആ വെളിപ്പാടിൽ തന്നെ മരിച്ചു. ഞങ്ങൾ ഇവിടെ അന്യരും പരദേശികളുമാണെന്ന് ഏറ്റുപറഞ്ഞു മരിച്ചു. അവരോ അധികം നല്ലതിനെ എന്ന് പറഞ്ഞാൽ സ്വർഗീയമായതിനെ തന്നെ കാംക്ഷിച്ചിരുന്നു. ദൈവത്തിന് മഹത്വം. ഹല്ലേലൂയ. നമ്മുടെ ആഗ്രഹങ്ങൾ സ്വർഗീയമായതായിരിക്കണം. അധികം നല്ലത്, സ്വർഗീയമായത്, നിലനിൽക്കുന്നത്, ദൈവം നമുക്ക് വേണ്ടി സൗജന്യമായി ഒരുക്കി വച്ചിരിക്കുന്നത്, ആ സ്വർഗീയമായതിന് തന്നെ കാംക്ഷിച്ച് മുൻപോട്ട് യാത്ര ചെയ്യുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. 17-ാമത്തെ വാക്യം. വിശ്വാസത്താൽ അബ്രാഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗമർപ്പിച്ചു. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നു അരുളപ്പാട് ലഭിച്ചു. വാഗ്ദത്തങ്ങളെ കൈക്കൊണ്ടവൻ തന്റെ ഏകജാതനെ അർപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിപ്പാൻ ദൈവം ശക്തൻ എന്ന് എണ്ണുകയും അവരുടെ ഇടയിൽ നിന്നും എഴുന്നേറ്റവനെ പോലെ അവനെ തിരികെ പ്രാപിക്കുകയും ചെയ്തു. വിശ്വാസത്താൽ അബ്രഹാം താൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ ഇസഹാക്കിനെ യാഗം അർപ്പിച്ചു എന്നാണ് കാണുന്നത്. അർപ്പിച്ചു. ദൈവത്തിൻ്റെ മഹത്വം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. നമുക്കുള്ളതിനെ ദൈവത്തിന് മുൻപാകെ യാഗമായി അർപ്പിക്കുന്ന ഒരു ജീവിത ക്രമം. ഇത് ആഴമേറിയ സമർപ്പണമാണ്. ക്രിസ്തുനാഥൻ നമ്മിൽ പ്രസാദിക്കുന്ന ആഴമേറിയ സമർപ്പണമാണ്. ലോകം അതിൻ്റെ തിരക്കിൽ ആയിരിക്കുമ്പോൾ, ക്രിസ്ത്യാനികൾ അതിലും തിരക്കിൽ ആയിരിക്കുമ്പോൾ, അവിടെ ഇവിടെയായി ശേഷിക്കപ്പെട്ട ചെറിയ ചെറിയ കൂട്ടങ്ങൾ അവർ തിരക്കെല്ലാം മാറ്റിവെച്ച്
ലോകത്തിൻ്റെ തിടുക്കത്തിൽ അപരപ്പെട്ടുഴന്നു പോകുവാനിടയാതെ അവർ കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപാകെ സമയം കണ്ടെത്തി സ്വസ്ഥവും സ്വൈര്യവുമായിരുന്ന് വചനത്താൽ ഉളവായി വരുന്ന ആത്മഫലങ്ങളെ പുറപ്പെടുവിപ്പാൻ അവർ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കപ്പെടുകയാണ്. ഇന്ന് രാത്രിവേളയിൽ ആ നീതിമാനായ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആ ദൈവികമായ ജീവൻ നിലനിർത്തിക്കൊണ്ട് ഈ ഭൂമിയിലെ പ്രവാസകാലം പൂർത്തീകരിപ്പാനായിട്ട് സ്വർഗസ്ഥ പിതാവ് നിങ്ങളെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഓ ഹല്ലേലൂയ! അവൻ വിശ്വസ്തൻ, അവൻ നീതിമാൻ. ഹല്ലേലൂയ! 11:8 നാം വായിക്കുന്ന വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയായി അവൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു, എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ. അതാണ് നിത്യ നിയമത്തിൻ്റെ സൈൻ. ഹല്ലേലൂയ! നിത്യമായതിൻ്റെ അടയാളം അതാണ്, എവിടേക്ക് എന്ന് അറിയാതെ അദൃശ്യമായതാണ്. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ മഹത്വം കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക്. ആമീൻ. ഹല്ലേലൂയ! റെവലേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള വെളിപ്പാട്. ആ ജീവിതം നമുക്ക് അടിസ്ഥാനമാക്കി ഏറ്റുവാങ്ങി മനുഷ്യർ എന്തു പറയുന്നു എന്നതിനപ്പുറം വാഴ്ത്തപ്പെട്ട കർത്താവ് എന്തു പറഞ്ഞിരിക്കുന്നു എന്നതിന് ശ്രദ്ധ കൊടുത്തുകൊണ്ട് ആ വചനം നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി മനുഷ്യർ എന്തു പറയുന്നു എന്നതിന് യാതൊരു പ്രാധാന്യം കൊടുക്കാതെ ബലത്തോടെ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് ഈ വ്യവസ്ഥ ഭൂമിയിൽ പൂർത്തീകരിപ്പാൻ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യുമാറാകട്ടെ. ആ നീതിസ്വരൂപന്മാർ അവരുടെ ദൗത്യം പൂർത്തീകരിച്ചു. കാലയവനയ്ക്ക് പിന്നിൽ തിരോധാനം ചെയ്യപ്പെട്ടു. അവർ തങ്ങൾക്ക് ദൈവം നൽകിയ ആ വെളിപ്പാട് ഭൂമിയിൽ തികച്ചു. ആ പ്രവൃത്തികളെ തികപ്പാൻ ഇടയാക്കി. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവും ആ പ്രവൃത്തിയെ പൂർത്തീകരിച്ചു. അപ്പോസ്തലന്മാരും പിതാവായ ദൈവമാർക്ക് ചെയ്യുവാൻ നൽകിയ പ്രവൃത്തികളെ തികച്ചു. അവരും വാഗ്ദത്ത നാട്ടിലെത്തി. ഇനി നാമും പ്രവൃത്തിയെ തികച്ച് അക്കരെ നാട്ടിൽ എത്തണം. നമ്മുടെ പ്രവൃത്തി ഇതുവരെയും പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ദൈവം നമുക്ക് ചെയ്യുവാൻ നൽകിയിരിക്കുന്ന പ്രവൃത്തി ഇതുവരെ നാം തികച്ചിട്ടില്ല. അതിനുവേണ്ടി ആത്മാവ് നമ്മളെല്ലാവരെയും ഒരിക്കൽ കൂടെ ആഹ്വാനം ചെയ്യുകയാണ്. ആ നിർമ്മലമായ തിരുവചനത്തിന് മുൻപാകെ, നിത്യരാജാവിൻ്റെ മുൻപാകെ തന്നെ നമ്മളെ ഹൃദയംഗമായി സമർപ്പിച്ച് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്തോത്ര സ്തുതികളെ അർപ്പിക്കാം. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് എന്നീ വിശുദ്ധർ എത്ര നാളായി പാർത്തലം വിട്ട് കാത്തു നിന്നിടുന്ന സോദരാ, നീ ഓർത്തിടുക. പൂർത്തിയായി നിൻ വേല തീർത്തു, പാർത്തലം വെടിഞ്ഞു പോകാം. സ്തോത്രം. യേശു പറഞ്ഞതുപോലെ നാമും പിതാവായ ദൈവത്തിൻ്റെ മുൻപാകെ നിൽക്കുമ്പോൾ, പിതാവേ, ഞാൻ ഭൂമിയിലായിരുന്നപ്പോൾ അങ്ങയെ മഹത്വപ്പെടുത്തി. അങ്ങ് എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചു ഇരിക്കുന്നു. പ്രാഗൽഭ്യത്തോടുകൂടെ അവൻ്റെ മുൻപാകെ സന്നദ്ധയിൽ നിൽപ്പാൻ നാം പ്രാഗൽഭ്യമുള്ളവരായി തീരേണ്ടതിന് നിത്യനായ ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നമ്മളെ സമർപ്പിച്ച് കൊടുക്കാം.